ഹലോ ഗൈസ്, അപ്പം നമ്മളിന്നൊരു പെരുവാസ്തുവിലേക്ക് പോകണം. രാവിലെ തന്നെ നമ്മൾ എണീറ്റു ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നേരെ ATM-ലോട്ട് വന്നിട്ടുണ്ടായിരുന്നു പൈസ എടുക്കണമെന്ന്. അവിടെ നമ്മൾ നേരെ പെട്രോൾ അടിച്ച് നേരെ പോയപ്പോഴത്തേക്കും ബസ്മ ഉണ്ടായിരുന്നു. ബസ്മാനെ നമ്മളിവിടെ കയറ്റി ട്രാക്ക് എത്തിയപ്പോൾ ഐഷുവും അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. ഐഷു നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. കണ്ണാടി വെച്ചതിന് ഷോയൊക്കെ ആയിരുന്നു. ഈ മാമയുടെ വീടിൻ്റെ പെരുവാസ്തുവിലേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി സംസാരിച്ച് പിന്നെ ഞാനും ഇത്തിയും കൂടി വീടിൻ്റെ അകത്തേറെ എല്ലാം ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മായി സുൽത്തും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും കണ്ട ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ സ്ഥലത്തോട്ട് പോയി. ഹബി ഫുഡ് കഴിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കായുമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ ബച്ചി ഐഷുവും സുൽത്തും കൂടി ഒരുമിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഇത്തിയും അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമ്മൾ നല്ല വെയിലാണ്ട് ഇവിടെ മാറി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിഞ്ചിലും ഒന്നുണ്ടായിരുന്നു. അവൾക്ക് ഫുഡ് മേടിച്ച് കൊടുത്തു. അതിന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് സോഡാ സർബത്ത് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ റിലയൻസ് മാളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നുപേരും കൂടി നേരെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞാനും ചിഞ്ചിലും കൂടി ഇത്തിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബസ് ഇപ്പം പ്ലാൻ ചെയ്തെങ്കിൽ അവിടെ എത്തിയപ്പോൾ നമ്മൾ കുറേ നേരം ബസ് എത്തി, ഇങ്ങനെ ബസ് കിട്ടിയില്ല. അതായത് നമ്മൾ ഓട്ടോയിലാണ് ഇത്തിയുടെ വീട്ടിലോട്ട് പോയത്. അവിടെ ചെന്നപ്പം ബച്ചി പഠിക്കാൻ നിൽക്കുമായിരുന്നു. ഐഷു ഭയങ്കര ഫോണിൽ കളിയായിരുന്നു. ഐഷു ആണ് എൻ്റെ കൂടെ വന്ന് കിടക്കുന്നത് എൻ്റെ ഫോണിലെ റീൽ കാണാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മന്തിയും ചിഞ്ചലിനൊക്കെ ദോശയായിരുന്നു. ചിഞ്ചലിന് മന്തി വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഹബി അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. നമ്മൾ മൂന്നുപേർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നാളെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകണമായിരുന്നു. അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളുമാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്, ലവ് യു.